സംഘർഷ ദിനങ്ങൾക്ക് ശേഷം ഇന്ത്യ പാക് അതിർത്തി ശാന്തം. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം പാക് ഷെല്ലാക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല. അതേസമയം അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായുള്ള നിരന്തര സംഘർഷങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി അതിർത്തി മേഖലകൾ സാധാരണ നിലയിലെത്തി. പാക് ഷെല്ലാക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല. പരിഭ്രാന്തിയുടെ നാളുകൾക്ക് ശേഷം സമാധാനം പുലർന്നതിന്റെ ആത്മവിശ്വാസത്തിലുമാണ് ജനങ്ങൾ. രാജസ്ഥാൻ, ജമ്മു, പഞ്ചാബ് അതിർത്തികളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെടിനിർത്തലിന് പിന്നാലെ പഞ്ചാബിലെ അമൃത്സർ, ജമ്മു കാശ്മീരിലെ രജൌരി, അഗ്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ജമ്മു കാശ്മീരിലെ പൂഞ്ച്, കുപ്വാര, ബാരാമുള്ള തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഏകദേശം 1.25 ലക്ഷത്തോളം പേരെ മാറ്റി താമസിപ്പിച്ചിരുന്നു. നിലവിൽ ഈ മേഖലകളിൽ ഷെല്ലാക്രമണങ്ങളിൽ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഉടനെ ജനങ്ങളെ തിരികെ അയക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. അതിനിടെ സംഘർഷത്തെ തുടർന്ന് പഞ്ചാബിൽ അടച്ച സ്കൂളുകളും മറ്റും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും പ്രവർത്തിക്കില്ല. ജമ്മു കാശ്മീരിൽ ഈ മാസം 14 വരെയുള്ള പരീക്ഷകൾ മാറ്റിവെച്ചു. അതേസമയം വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരും. നിലവിൽ വിന്യസിച്ചിട്ടുള്ള സേനാ വിഭാഗങ്ങളെ ഉടൻ പിൻവലിക്കില്ല. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുമാണ് സേനകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 18. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് പോലീസിലെയും സൈന്യത്തിലെയും ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. പാക് പഞ്ചാബിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ, മേജർ ജനറൽ റാബു ഇമ്രാൻ, അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ബ്രിഗേഡിയർ മുഹമ്മദ് ഫൂർഖാൻ, പാകിസ്ഥാൻ പഞ്ചാബ് നിയമസഭാംഗം ഉസ്മാൽ അൻവർ, മാലിക് സുഹൈബ് അഹമ്മദ് എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ബഹാവൽപൂരിലെ മുരീദ് കെയിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാരത്തിലാണ് ഇവർ പങ്കെടുത്തത്. കശ്മീർ വെടിനിർത്തലിനെ അമേരിക്കൻ പങ്കിൽ സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസ്. സിംല കരാർ ലംഘിക്കപ്പെട്ടു എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഇതിൽ സർക്കാർ വ്യക്തത വരുത്തണം. അതിനുവേണ്ടി അടിയന്തരമായി പാർലമെന്റ് ചേരണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. സിംല കരാർ ലംഘിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. കാശ്മീരും ഇന്ത്യയും തമ്മിൽ കാശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടായാൽ അവിടെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള സിംല കരാർ ലംഘിച്ചോ? ഡൊണാൾഡ് ട്രംപ് എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. സർക്കാരിന്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നമ്മുടെ വിദേശ നയത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ആവശ്യമുണ്ട്. അതിന് അടിയന്തരമായിട്ടും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചുകൂട്ടണം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ആരെയും കുറ്റപ്പെടുത്താനും വിചാരണ ചെയ്യാനുമല്ല. സൈബർ ആക്രമണം ശക്തമായതോടെ എക്സ് അക്കൗണ്ട് പൂട്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ സൈബർ ആക്രമണം ശക്തമായതോടെയാണ് അക്കൗണ്ട് പൂട്ടിയത്. വിക്രം മിസ്രിക്ക് പിന്തുണയുമായി IAS അസോസിയേഷനും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രംഗത്ത്.